എല്ലാവരും വിചാരിച്ചേക്കുന്ന അവൾ വെറും ഇൻട്രോവേർട്ടാണെന്നാണ്. പക്ഷെ അത് അവർ എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ്. അവൾ ആള് ജഗജാല കില്ലാടിയാണ്. അപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ ഓണം എല്ലാവരും നല്ല വൈബായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ട് ഏത് ഉറങ്ങിക്കിടക്കുന്ന ടീം വരെയും ഉണരുന്ന ടൈപ്പാണ് അപ്പു വന്നിട്ടുണ്ടെങ്കിൽ. അപ്പുച്ചേട്ടൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ കുറേ പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചൊന്നും ഒറ്റ കാരണത്തെ അവന് കോട്ട് തന്നില്ല. ഇതൊക്കെ എടുത്തു കാണിക്കേണ്ടതാണ്. അവനെ കണ്ടില്ല. ഇനിയും അടുത്ത പ്രാവശ്യം അടുത്ത കല്യാണത്തിന് അവനെ ഒഴിവാക്കി. അവനും കോട്ടില്ല. ഇനി ബാച്ചിലേഴ്സിനെ കോട്ടുള്ളൂ. ശില്പൻ്റെ ഫോട്ടോ കണ്ടു. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഒരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടി. പിന്നെ കഴിഞ്ഞിട്ട് റിക്വസ്റ്റ് അയച്ചു. ആദ്യം ഞാൻ ശില്പയുടെ മമ്മിയോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ കിട്ടി, ഒരു വൈബ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശില്പയായിട്ട് സംസാരിച്ചു. ശില്പയായിട്ട് ആദ്യം സംസാരിച്ചത് ശില്പയുടെ അങ്കിള് പറഞ്ഞു അവളൊട്ടും സംസാരിക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം സംസാരിച്ചു. ഞങ്ങളൊരു അരമണിക്കൂർ സംസാരിച്ചല്ലേ, ഒരു ഹാഫ് ആൻ അവർ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് നിർത്തണ്ടായിട്ട് വന്നിട്ടില്ല. അത്രയും അതിന് പിന്നെ ഇവിടം വരെ എത്തി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ മാട്രിമോണി സ്റ്റാർട്ട് ചെയ്ത ഒരു 2 ഡേയ്സിന്റെ ഉള്ളിൽ എനിക്ക് ആളെ കിട്ടി. വേറെ ഒന്നും നോക്കിയില്ല. അല്ല, അവളെപ്പോഴും പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അവളുടെ എപ്പോഴും ഫസ്റ്റ് എടുക്കുന്ന ഒരു ഡിസിഷനാണ് എനിക്ക് എപ്പോഴും ബെസ്റ്റ് എല്ലാ കാര്യത്തിലും. അത് ക്വിക്കായിട്ട് എടുത്തു, പക്ഷെ ഇപ്പോഴും ബെസ്റ്റ് ഡിസിഷനാണ്. ബെസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ മൈ ലൈഫ്. ബെസ്റ്റാണ്. എന്താ പറയുക, 1.5 വർഷം നമ്മൾ വെയിറ്റ് ചെയ്തു. ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു ഞങ്ങളുടെ. ബഹ്റൈനിലാണ്, ഞാൻ UK-ലാണ്. അപ്പം ആകെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അതെ, ലോങ് ഡിസ്റ്റൻസിൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഞങ്ങളുടെ എല്ലാവരോടും പറഞ്ഞു ലോങ് ഡിസ്റ്റൻസ് വളരെ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മടുക്കും, നിങ്ങൾക്കൊരു വൈബ്, ആ ഒരു വൈബ് നിങ്ങൾക്ക് നഷ്ടപ്പെടും, ആ ഒരു ഫീലിങ്സ് കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെടും എന്നൊക്കെ ഞങ്ങളോട് കുറേ പേര് പറഞ്ഞു. പക്ഷേ സ്റ്റിൽ ഞങ്ങൾക്ക് ആ വൈബുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്ര നാളത്തെ ഞങ്ങളുടെ 1.5 വർഷത്തെ പ്ലാനിങ് കഴിഞ്ഞു. ഇനിയിപ്പം പ്ലാൻ ചെയ്യാനൊന്നുമില്ല. അതെ, ഇനി ഒരുമിച്ച്. വർഷമായിട്ട് അവൾ കല്യാണത്തിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണേ. അവൾ പ്ലാൻ ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. അവൾക്ക് 2 years ആയിട്ട് പ്ലാനിങ് ആയിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. അപ്പം അതുപോലെ തന്നെ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡാ.
നമുക്കെല്ലാം എൻജോയ് ചെയ്ത് പോകണം എന്നാണ്. അതായത് പിന്നീട് പുറകോട്ട് നോക്കുമ്പോൾ റിഗ്രറ്റ് ചെയ്ത് പോകരുത്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളതെല്ലാം മാക്സിമം എൻജോയ് ചെയ്യണം. അതുകൊണ്ട് തന്നെ വെഡിങ്ങിന് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. എല്ലാം മാക്സിമം അവളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾക്ക്. അതേപോലെ തന്നെ എല്ലാം നടന്നിട്ടുമുണ്ട്. സെറ്റാണ്. ഇപ്പൊ ഞങ്ങളുടെ ഫീല് ഞങ്ങൾക്കൊരു ടയേർഡാണ്. പിന്നെ അയ്യോ കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു ഫീലിംഗ്. കാരണം 1.5 വർഷം ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യും. അതിനകത്ത് 6 months കഴിഞ്ഞ് ഫിക്സേഷൻ കഴിഞ്ഞ് പിന്നെ കറക്റ്റ് 1 year ഉണ്ടായിരുന്നു അല്ലേ. ആ 1 year ഫുൾ ഞങ്ങൾ വെഡിങ്ങിന്റെ പ്ലാൻ, ഫോൺ വിളിക്കുമ്പോഴെല്ലാം ഫുൾ വെഡിങ്ങിന്റെ പ്ലാനിങ് ആയിരുന്നു. പെട്ടെന്ന് അയ്യോ കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു ഇത്. പക്ഷെ എന്നാലും എല്ലാം കളറായി, കളർഫുള്ളായി. ചെക്കൻ്റെ അടുത്ത് പെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല. ചെക്കൻ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവള് ഭയങ്കരമായിട്ട് അടിപൊളിയാണ്. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര അടിപൊളി ടേസ്റ്റി ഫുഡ്. ഞങ്ങൾക്ക് അതിന് മിസ് ചെയ്യും. ഇനി അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇരിക്കണേ. അതിനിപ്പോ ആൽവിനായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് അടിപൊളിയായിരിക്കും. ഒരുമിച്ച് പഠിച്ചപ്പോഴും നമ്മൾ വിചാരിച്ചില്ല അവൻ എന്നെ ഓവർടേക്ക് ചെയ്ത് കല്യാണം കഴിക്കുന്നു. അത് മോശമായിപ്പോയി. ഒരു വാക്ക് പറയാറുണ്ടല്ലോ, എല്ലാം പെട്ടെന്നായിപ്പോയി. അതിന്റെ വിഷമമുണ്ട്. നേരത്തെ പൂർഞ്ഞപ്പോൾ അത് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ മുന്നോട്ടായ കിട്ടിയില്ല. രാവിലെ അടുത്താണ് ഓവർടേക്ക്. കുറെ ആൻസർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ അരിമണി ഇതുവരെ കിട്ടിയിട്ടില്ല. ആള് ട്രിപ്പിന്റെ ആളാണ്. ഫുൾ ടൈം ട്രിപ്പ് പോകണം. അവന് ഈ കേരളത്തിൽ പോകുന്ന സ്ഥലം ഉണ്ടാവില്ല. മെയിൻ എറണാകുളം കൊച്ചി ഏരിയയിലാണ് അവൻ്റെ ഒരു ട്രിപ്പിംഗ് പരിപാടികളൊക്കെ. ചിലപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞാൻ പുറത്തായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഹോം സിക്നെസ് ഫീൽ ചെയ്യത്തില്ലായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും സ്വന്തം വീട് എപ്പോഴും അതൊരു ഇമോഷനാണ്. എന്നാലും ചെന്ന് കയറുന്ന വീടും അത് എൻ്റെ വീട് തന്നെയാണ്. അവരെല്ലാവരും എനിക്ക് നല്ല പരിചയമാണ്. പപ്പേനെയും മമ്മീനെയും ചേച്ചീനെയും ചേട്ടായും എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അതേ നമ്മുടെ അതേ വൈബ് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല എന്ന് തോന്നുന്നു. അല്ലേ? ഉണ്ടാവില്ല. അവർ കല്യാണത്തിന് മുന്നേ ഭയങ്കര അടിപൊളിയായിട്ടാണ് പോയത്. ഹാപ്പി ആയിട്ട് എപ്പോഴും രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ് അവർ ഒരുമിച്ചുള്ളപ്പം. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും രണ്ടുപേരും അടിപൊളിയായിട്ട് പോട്ടെ എന്ന് അപ്പൂനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ശില്പയ്ക്കും ആൽബിനും എല്ലാവിധ മംഗളാശംസകളും ഞങ്ങൾ നേരുന്നു. ഹാപ്പി മാരീഡ് ലൈഫ് ശില്പ ആൻഡ് ആൽബിൻ.